നമസ്കാരം, ജന്മഭൂമിയിലേക്ക് സ്വാഗതം. പാർലമെന്റ് ഇരുസഭകളും പാസാക്കിയ വഖഫ് നിയമ ഭേദഗതി പ്രാബല്യത്തിലായി. കേന്ദ്ര സർക്കാർ ഇത് സംബന്ധിച്ച വിജ്ഞാപനം പുറപ്പെടുവിച്ചു. പുതിയ നിയമം രാജ്യത്ത് നിലവിൽ വന്നു. കേന്ദ്ര ന്യൂനപക്ഷകാര്യ മന്ത്രാലയമാണ് വഖഫ് വിജ്ഞാപനം പുറപ്പെടുവിച്ചത്. 2025 വഖഫ് നിയമ ഭേദഗതിയിലെ 1-ാം വകുപ്പിലെ 2-ാം ഉപവകുപ്പ് പ്രകാരമാണ് വിജ്ഞാപനമെന്നും മന്ത്രാലയം അറിയിച്ചു. പാർലമെന്റിന്റെ ബജറ്റ് സമ്മേളനത്തിന്റെ 2-ാം പാദത്തിൽ ഇരുസഭകളും പാസാക്കിയ വഖഫ് ബിൽ കേന്ദ്ര സർക്കാർ വിജ്ഞാപനം കൂടി ഇറങ്ങിയതോടെ രാജ്യത്തെ നിയമമായി മാറി. രാജ്യത്തെ വഖഫ് സ്വത്തുക്കൾ സംബന്ധിച്ച നടപടികൾ ഇനി മുതൽ പുതിയ നിയമപ്രകാരമാണ് നടക്കുക. വഖഫ് നിയമം സ്റ്റേ ചെയ്യരുതെന്നാവശ്യപ്പെട്ട് കേന്ദ്ര സർക്കാർ ഇന്നലെ സുപ്രീം കോടതിയിൽ തടസ്സ ഹർജി ഫയൽ ചെയ്തിട്ടുണ്ട്. കോൺഗ്രസിലെ മുസ്ലിം എംപിമാരും അസറുദ്ദീൻ ഒവൈസിയുമാണ് ബില്ലിനെതിരെ കോടതിയെ സമീപിച്ചിരിക്കുന്നത്. ഹർജികൾ ഏപ്രിൽ 16-ന് കോടതി പരിഗണിക്കും. വഖഫ് ഭേദഗതി ബിൽ നിയമമായെങ്കിലും പ്രതിപക്ഷ പാർട്ടികളും ഇസ്ലാമിക നേതാക്കളും മറ്റ് നിക്ഷിപ്ത താൽപര്യ ഗ്രൂപ്പുകളും തെറ്റായ വിവരങ്ങളും പ്രചാരണങ്ങളും പ്രചരിപ്പിച്ച് ബില്ലിനെ മുസ്ലിം വിരുദ്ധമെന്നും ഭരണഘടനാ വിരുദ്ധമെന്നും മുദ്രകുത്തി അന്തരീക്ഷം ദുഷിപ്പിച്ചതിനാൽ ഈ ഘട്ടത്തിലേക്കുള്ള യാത്ര വെല്ലുവിളികൾ നിറഞ്ഞതാണ്. വഖഫ് നിയമ ഭേദഗതി നിയമമാക്കി കേന്ദ്ര സർക്കാർ വിജ്ഞാപനം പുറപ്പെടുവിച്ചതിന് പിന്നാലെ ബംഗാളിലെ മുസ്ലിം ഭൂരിപക്ഷ പ്രദേശമായ മുർഷിദാബാദിൽ കലാപം. കേന്ദ്ര വിജ്ഞാപനത്തിനെതിരെ തെരുവിലിറങ്ങിയ അക്രമികൾ റോഡുകൾ ഉപരോധിച്ചും പോലീസിനോട് ഏറ്റുമുട്ടിയും സംഘർഷം ശക്തമാക്കി. ആയിരക്കണക്കിന് മുസ്ലിമുകൾ തെരുവിലിറങ്ങി. വാഹനങ്ങൾക്ക് തീയിട്ടു. പോലീസിന് നേർക്ക് രൂക്ഷമായ കല്ലേറുമുണ്ടായി. ട്രെയിനുകൾക്ക് നേർക്കും ആക്രമണം ആരംഭിച്ചിട്ടുണ്ട്. കലാപകാരികൾ അഴിഞ്ഞാടുന്ന ദൃശ്യങ്ങൾ പുറത്തു വന്നതോടെ ബംഗാൾ സർക്കാർ പ്രതിരോധത്തിലായി. മുഖ്യമന്ത്രി മമതാ ബാനർജിയുടെ വർഗീയ രാഷ്ട്രീയത്തിന്റെ ചരിത്രവും തെരഞ്ഞെടുപ്പ് നേട്ടത്തിനായി ഇസ്ലാമിസ്റ്റുകളെ സ്നേഹിക്കുന്നതും കണക്കിലെടുക്കുമ്പോൾ ഈ പ്രക്ഷുബ്ധത അഭൂതപൂർവമോ അപ്രതീക്ഷിതമോ അല്ല. അഖിലേന്ത്യാ തൃണമൂൽ കോൺഗ്രസ്, AITC-TMC നേതാക്കൾ ബില്ലിനെ മുസ്ലിങ്ങൾക്ക് ദോഷമാണെന്ന് വിശേഷിപ്പിച്ചത് നിലവിലെ അസ്വസ്ഥതകളെ കൂടുതൽ ആളിക്കത്തിച്ചു. BJP നയിക്കുന്ന ഈ സർക്കാർ അധികാരത്തിൽ നിന്ന് പുറത്തു പോവുകയും പുതിയത് അധികാരത്തിൽ വരികയും ചെയ്താൽ ഈ ബില്ല് അസാധുവാക്കപ്പെടും. ബില്ലിനെതിരെ പതിവായി സംസാരിച്ചിട്ടുള്ള മമതാ ബാനർജി പ്രഖ്യാപിച്ചു. അതേസമയം പശ്ചിമ ബംഗാളിലെ ക്രമസമാധാന നില പൂർണ്ണമായും തകർന്നതിന് BJP നേതാവ് അമിത് മാളവിയ TMC സർക്കാരിനെ വിമർശിച്ചു. മുഖ്യമന്ത്രി മമതാ ബാനർജിയുടെ ഭിന്നിപ്പിക്കുന്ന പരാമർശങ്ങൾ സംസ്ഥാനത്തെ പല പ്രദേശങ്ങളിലും ബില്ലിനെതിരെ അക്രമാസക്തമായ പ്രതിഷേധങ്ങൾക്ക് കാരണമായിട്ടുണ്ടെന്ന് അദ്ദേഹം ആരോപിച്ചു. മാൽഡയിലെ നിതിംതിദാദ് റെയിൽവേ സ്റ്റേഷനിൽ പ്രതിഷേധക്കാർ മണിക്കൂറുകളോളം പ്രദേശം ഉപരോധിക്കുകയും അല്ലാഹു അക്ബർ എന്ന മുദ്രാവാക്യം വിളിക്കുകയും ട്രെയിനുകൾ കടന്നുപോകുന്നത് തടയുകയും ചെയ്തു, അദ്ദേഹം എഴുതി. അതിനിടെ മുനമ്പം വഖഫ് കേസിൽ കോഴിക്കോട് വഖഫ് ട്രൈബ്യൂണലിന്റെ വാദം തുടങ്ങി. വഖഫ് ആധാരത്തിൽ 2 തവണ വഖഫ് എന്ന് പരാമർശിച്ചതും ദൈവനാമത്തിൽ ആത്മശാന്തിക്കായി സമർപ്പിക്കുന്നതായി പറഞ്ഞതും ഉന്നയിച്ച് ഭൂമി വഖഫ് തന്നെയെന്ന് വഖഫ് ബോർഡ് വാദിച്ചു. എന്നാൽ ക്രയവിക്രയ സ്വാതന്ത്ര്യവും തിരിച്ചെടുക്കാനുള്ള നിബന്ധനയും ഉള്ളതിനാൽ ഭൂമിയെ വഖഫായി പരിഗണിക്കാനാവില്ലെന്ന് ഫറൂഖ് കോളേജിനായി ഹാജരായ അഭിഭാഷകർ വാദിച്ചു. ഫറൂഖ് കോളേജ് മതകാരുണ്യ സ്ഥാപനമല്ലാത്തതിനാൽ ഭൂമി നൽകിയതിനെ വഖഫായി പരിഗണിക്കാനാവില്ലെന്നായിരുന്നു മുനമ്പം നിവാസികളുടെ വാദം. പിന്നാലെ മുനമ്പം വഖഫ് ഭൂമി കേസിൽ മലക്കം മറിഞ്ഞ് സിദ്ദിഖ് സേട്ടിന്റെ മകളുടെ മക്കൾ ഭൂമി വഖഫ് അല്ലെന്ന് ഫറൂഖ് കോളേജിന് വേണ്ടി ഭൂമി നൽകിയ സിദ്ദിഖ് സേട്ടിന്റെ മകളുടെ മക്കളുടെ അഭിഭാഷകൻ വഖഫ് ട്രൈബ്യൂണലിൽ അറിയിച്ചു. മുനമ്പത്തെ ഭൂമി വഖഫാണെന്നും തിരിച്ചടയ്ക്കണമെന്നും വഖഫ് ബോർഡിൽ ഹർജി നൽകിയ സുബൈദയുടെ മക്കളാണ് നിലപാട് മാറ്റിയത്. ന്യൂസ് ഡെസ്ക്, ജന്മഭൂമി.